വളരെ ഗൗരവതരമായ വിഷയങ്ങളിലൂടെയാണ് IT രംഗം കടന്നു പോകുന്നത്. ന്യൂജൻ കുട്ടികളെല്ലാം IT രംഗം ഉപേക്ഷിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിലെ സിലിക്കൺ വാലിയിലും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേർ IT പ്രൊഫഷണലുകളായി പോയിരുന്നു. ഉയർന്ന ശമ്പളവും വലിയ ജീവിത നിലവാരവും ലഭിക്കുന്ന സൗകര്യങ്ങളുമൊക്കെയായിരുന്നു യുവാക്കളെയും യുവതികളെയും അതിന് മോഹിപ്പിച്ചിരുന്നത്. എന്നാൽ കാലം മാറി സിലിക്കൺ വാലിയെ പോലെ കേരളത്തിലും ഭാരതത്തിലും വിവിധ IT ഹബ്ബുകളൊക്കെ വന്നു. നമ്മുടെ ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും ബാംഗ്ലൂരിലും ഹൈദരാബാദിലുമൊക്കെ ധാരാളം IT ഹബ്ബുകൾ വന്നു. അവിടെയൊക്കെ വലിയ തോതിൽ ആളുകൾ ജോലിക്കും കയറുന്നുണ്ട്. നല്ലൊരു വിഭാഗം ആളുകൾക്ക് നല്ല ശമ്പളവും കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ വലിയ ചൂഷണം നടക്കുന്നതായി ഇപ്പോൾ തന്നെ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്തൊരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി IT പ്രൊഫഷണൽ വെളുപ്പാങ്കാലം 2 മണിക്ക് അമ്മയ്ക്ക് മെസ്സേജ് ഇടുന്നു, ജോലി ടെൻഷൻ കാരണം ഞാൻ ടെറസിൽ നിന്ന് ചാടി മരിക്കുമെന്ന്. വെളുപ്പാങ്കാലം ആയതുകൊണ്ട് അമ്മയ്ക്ക് മൊബൈൽ ഫോൺ കാണാൻ കഴിഞ്ഞില്ല. രാവിലെ അമ്മ മെസ്സേജ് നോക്കുമ്പോൾ, വാട്സപ്പിൽ നോക്കുമ്പോൾ മകൻ മരിക്കും എന്ന് വാർത്തയാണ് കണ്ടത്. കുറേ കഴിഞ്ഞ് അറിയുന്നു മകൻ ചാടി മരിച്ചു കഴിഞ്ഞു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? രാത്രിയെ പകലാക്കി 24 മണിക്കൂറിനെ 3ഉം 4ഉം ഷിഫ്റ്റുകളാക്കി, ചിലപ്പോൾ 2 ഷിഫ്റ്റുകളാക്കി പരമാവധി ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. പലയിടങ്ങളിലും 2 ഷിഫ്റ്റിലും ഒരേപോലത്തെ ആളുകൾ തന്നെ ജോലി ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. പണമാണ് പ്രധാനം. ചായ കുടിക്കാൻ പോലും അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യാൻ പോലും സമയം അനുവദിക്കാതെ അതെല്ലാം വർക്ക് സ്പിയറിൽ അല്ലെങ്കിൽ ടേബിളിൽ പ്രൊവൈഡ് ചെയ്ത് വളരെ ഗൗരവതരമായി ചൂഷണം നടക്കുന്നൊരു മേഖലയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലയിൽ ഓരോ രാജ്യവും ചെയ്തു കൊടുക്കുന്ന, സംസ്ഥാനവും ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾക്കനുസരിച്ച് ആ രാജ്യത്തിലെയോ സംസ്ഥാനത്തിലെയോ ജനങ്ങളുടെയോ പൊതുസമൂഹത്തിൻ്റെയോ സേവനത്തിനാവശ്യമായ, മെച്ചപ്പെടലിനാവശ്യമായ പുരോഗതിക്കുള്ള യാതൊരു നടപടിയും പ്രോജക്റ്റുകളും ഈ IT പാർക്കുകളിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനമാണ്. ലോകാരോഗ്യ സംഘടനയും ലോക തൊഴിലാളി സംഘടനയും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള വലിയ ഗൗരവതരമായ ഒരു കാഴ്ചപ്പാടാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം. മെയ് ദിനമൊക്കെ ഐക്യരാഷ്ട്ര സഭയുമൊക്കെ അംഗീകരിച്ച് മെയ് ദിനം സാർവദേശീയമായ തൊഴിലാളി ദിനമായി ആചരിക്കുന്നതിൻ്റെ ഒരു പൊരുൾ തന്നെ അങ്ങനെയൊക്കെയാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 8 മണിക്കൂറെന്നോ 12 മണിക്കൂറെന്നോ യാതൊരു ദാക്ഷിണ്യമില്ലാതെ, രീതിയില്ലാതെ, നിയതിയോ ഇല്ലാത്ത രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു കുടുംബത്തിലെ ഭാര്യ രാവിലെ പോയിട്ട് രാത്രി എത്തുമ്പോൾ അപ്പോഴായിരിക്കും ഭർത്താവ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ തിരിച്ച് അപൂർവമായിട്ടായിരിക്കും അവർ ഒന്നിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പം കൂടുതൽ സമയവും ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ സമയങ്ങളിലും ഷിഫ്റ്റുകളിലും ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സമാധാനമാണ് ഞങ്ങൾക്ക് വേണ്ടത്, സന്തോഷമാണ് വേണ്ടത്, ആനന്ദമാണ് വേണ്ടത്, പണമല്ല എന്നുള്ള നിലയിൽ ന്യൂജൻ കുട്ടികൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. IT മേഖലകളിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വന്നു തുടങ്ങി. ഈയിടയ്ക്ക് ബോംബെയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ITയുടെ CEO മീറ്റിംഗ് വിളിച്ചുകൂട്ടി പറഞ്ഞത്, ഞാനൊന്ന് ഉറങ്ങിയിട്ട്, സമാധാനമായി ഒന്ന് ഉറങ്ങിയിട്ട് എത്രയോ ദിവസമായി, എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും IT രംഗത്ത് നടക്കുന്ന അതീവ ഗുരുതരമായ ചൂഷണം, അത് അമേരിക്കൻ മോഡലിലുള്ള ഒരു വികസന കാഴ്ചപ്പാടിൽ തൊഴിലെടുക്കൽ നയം അല്ലെങ്കിൽ തൊഴിൽ ചൂഷണ രീതിയാണ് കൊണ്ടുവരുന്നത്. അവിടെ നിങ്ങൾക്ക് തൊഴിൽ എടുക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ എല്ലാവിധ സുഖസൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യപ്പെടും. അങ്ങനെ സുഖസൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ IT ഹബ്ബുകളിൽ തന്നെ സിഗരറ്റ് വലിക്കുന്നവർ, മദ്യപിക്കുന്നവർ, അതുപോലെ എല്ലാ സൗകര്യങ്ങളും, കോണ്ടം വെൻഡിങ് മെഷീനുകൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തൊഴിലിടത്ത് തന്നെ പരമാവധി ആളുകളെ തളച്ച് മാക്സിമം അവരിൽ നിന്ന് ചൂഷണം ചെയ്ത് അവരുടെ കഴിവുകൾ ഊറ്റിയെടുത്ത് ഒരു പർട്ടിക്കുലർ ഏജ് ആകുമ്പോൾ പുറത്ത് കളയും. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നുമില്ല. ഒരു വിഭാഗം ആളുകൾ എല്ലാ കാലവും നല്ല പ്രായമായാലും തുടരും. പക്ഷേ നല്ലൊരു വിഭാഗം പേരും കുറച്ച് പ്രായമായി കഴിയുമ്പോൾ വീണ്ടും ന്യൂജൻ കുട്ടികൾ എടുക്കുകയും ന്യൂജൻ തലമുറയിലുള്ളവർ വരികയും മറ്റുള്ളവർ മാറുകയും ചെയ്യുന്ന രീതിയൊക്കെ കണ്ടുവരുന്നു. വലിയ ചൂഷണവും വിഭവ ശോഷണവുമൊക്കെ നടക്കുന്നൊരു മേഖലയാണ്. ലക്ഷക്കണക്കിന് ആളുകളെയാണ് യാതൊരു തത്വദീക്ഷയുമില്ലാതെ, നോട്ടീസ് പോലും കൊടുക്കാതെ പിരിച്ചുവിടുന്നത്. ആ തരത്തിലുള്ള മേഖലകളിലേക്ക് ന്യൂജൻ കുട്ടികൾ പോകുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്മാറുന്നു, കൂടുതൽ പേർ രാജിവെക്കുന്നു എന്നുള്ള വാർത്ത ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുതിയ കുട്ടികൾക്ക് പണത്തോടൊപ്പം, സമ്പത്തിനോടൊപ്പം ആനന്ദവും സമാധാനവും
സന്തോഷവും വേണമെന്നുള്ള പുതിയ രീതിയിലേക്ക് കാലം മാറുന്നു. ലോകത്ത് എവിടെ പോയിട്ടായാലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ജീവിക്കണമെന്നുള്ള നിലയിലേക്ക് ന്യൂജൻ മാറുമ്പോൾ IT പാർക്കുകളിലും വലിയ പ്രതിസന്ധികളാണ് സംഭവിക്കുന്നത്. മറുവശത്ത് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഗൗരവതരമായ ചൂഷണമാണ് ആ മേഖലയിൽ നടക്കുന്നത്. സർക്കാരുകളുടെ നിയമങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഭൂരിഭാഗവും വിദേശ കമ്പനികളായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ചട്ടങ്ങളോ നിയമങ്ങളോ തൊഴിലാളി യൂണിയനുകളോ അല്ലെങ്കിൽ ഗ്രീവിയൻസ് സെല്ലുകളോ എന്തെങ്കിലും കൊണ്ടുവന്നാൽ കമ്പനികൾ അവർ പണം മുടക്കില്ല. അപ്പോൾ എല്ലാവിധ സ്വാതന്ത്ര്യത്തോടു കൂടി ചൂഷണം ചെയ്യുവാൻ, അടിമത്തങ്ങളെപ്പോലെ ജോലി ചെയ്യുവാനുള്ള സാഹചര്യം കൊടുക്കുമ്പോഴാണ് വിദേശ നിക്ഷേപമൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരു രാജ്യത്തോ സമൂഹത്തിലോ സംസ്ഥാനത്തോ ടെക്നോക്രാറ്റുകളെയും പ്രൊഫഷണലുകളെയും എഞ്ചിനീയർമാരെയൊക്കെ സൃഷ്ടിക്കുന്നത്, കമ്പ്യൂട്ടർ എക്സ്പെർട്ടുകളെയൊക്കെ സൃഷ്ടിക്കുന്നത്, IT എക്സ്പെർട്ടുകളെ സൃഷ്ടിക്കുന്നത് ആ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വികസനത്തിന് അവരുടെ സേവനം കൂടി ഉറപ്പാക്കാനാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തോ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയാണ് ഈ സ്ഥാപനങ്ങളും IT പാർക്കുകളും പ്രവർത്തിക്കുന്നതെങ്കിലും നല്ലൊരു ശതമാനം വർക്കും ബഹിരാഷ്ട്ര കമ്പനികൾക്കും കോർപ്പറേറ്റ് ഏജൻസികൾക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റേറ്റിനോ സമൂഹത്തിനോ അവരുടെ യാതൊരു കഴിവും അല്ലെങ്കിൽ അവരുടെ യാതൊരു പ്രോജക്റ്റും കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യവും കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും തൊഴിൽ നിയമങ്ങൾ, അതുപോലെ തന്നെ സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടിയിട്ടുള്ള മറ്റ് ഘടകങ്ങൾ, അത് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സൗകര്യങ്ങൾക്ക് പുറമെ ആവശ്യമായ വിശ്രമവും വിനോദവും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ വരേണ്ടതുണ്ട്. തീർച്ചയായും ന്യൂ ജനറേഷൻ ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് പുതിയൊരു കാഴ്ചപ്പാടാണ്. കാലമെല്ലാം കാത്തിരിക്കുന്നു. എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് നോക്കാം.